പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്ന് നാം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ ബെന്നി പാസ്റ്റർ മുന്നോട്ട് വന്ന് ദൈവത്തിൻ്റെ വചനവും ആലോചനകളും നമ്മളോട് സംസാരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. കരങ്ങളെ തട്ടി കർത്തൃദാസനെ സ്വാഗതം ചെയ്യും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ വിശുദ്ധ സഭായോഗത്തിൽ കർത്താവിൻ്റെ ദാസനോടെ, കുടുംബത്തോടെ, ദൈവസഭയോട് ചേർന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠവും ഉന്നതവുമായ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് ഒരു വിശുദ്ധ പകൽക്കാലം ഇവിടെ കൂടുവാൻ ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ കുഞ്ഞ് പാസ്റ്ററുള്ളപ്പോൾ ഒരു സൺഡേയിൽ ആരാധന കൂടുവാൻ ദൈവം കൃപ ചെയ്തു. അതിനു മുമ്പ് ജിൻസ് പാസ്റ്റർ ഉള്ളപ്പോഴും ഒരു പ്രാവശ്യം ആരാധന കൂടുവാൻ, ചില മീറ്റിങ്ങുകൾ പങ്കെടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഇനി കർത്താവിൻ്റെ ദാസനോട്, കുടുംബത്തോട്, ദൈവമക്കളോട് ചേർന്നായിരിക്കാൻ, ഞങ്ങൾക്കും കുടുംബമായി മാതാപിതാക്കളോട് ചേർന്ന് ഇവിടെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സർവകൃപാലുമായി ദൈവം ഒരുക്കുന്ന നല്ല മുഖാന്തരങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ആദരിക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. അനുഗ്രഹീതമായ കൂടിവരവ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നല്ലോ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. സമയമൊട്ടും പാഴാക്കാതെ തന്നെ നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. അതിന് ഞാൻ അവനോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. സ്തോത്രം. ഇനി എനിക്കറിയാം, ആ 2-ാം അധ്യായവും 3-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടേ നേരെ നോക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം, അല്ലേ? സ്തോത്രം. ഇവിടെ നെഹമ്യാവ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. സ്തോത്രം. രാജകൊട്ടാരത്തിൽ പാനപാത്രവാഹകനായി ശുശ്രൂഷ ചെയ്യുന്ന നെഹമ്യാവ്, നമുക്കറിയാം, പാനപാത്രവാഹകൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ചിന്ത വരുന്നത്, രാജാവിന് വീഞ്ഞു കുടിക്കേണ്ട സമയത്ത് ഒരു ഗ്ലാസ്സിനകത്തിൽ വീഞ്ഞൊക്കെ എടുത്ത് ഇങ്ങനെ ട്രേക്കകത്ത് വെച്ച് സമയത്ത് കൊണ്ട് കൊടുക്കുന്ന ഒരാൾ എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് രാജാവിന് എന്തു ഭക്ഷണം വേണോ അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട്, മണിക്കൂറുകൾക്ക് മുമ്പേ ടേസ്റ്റ് ചെയ്തിട്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന് കാണുമ്പോൾ സമയാസമയങ്ങളിൽ അതേ ആഹാരം രാജാവിന് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമുള്ള, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ബാധിക്കുന്നത് നെഹമ്യാവിനെയാണ്. വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലി കൃത്യതയോടെ ചെയ്യുന്ന ഒരു നെഹമ്യാവിനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ 1-ാം അധ്യായം എന്താണ് നെഹമ്യാവ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്? ദൈവം ഞങ്ങളുടെ, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കുമെന്നുള്ള ഉറപ്പോടെ, ധൈര്യത്തോടെ നെഹമ്യാവ് പറയാൻ കാര്യമുണ്ട്. എന്താണ് കാര്യം? ഇത്ര ധൈര്യത്തോടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇതിനകത്തളങ്ങളിൽ? ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം സാധിപ്പിക്കും, സഭയുടെ കാര്യം സാധിപ്പിക്കും, തലമുറയുടെ കാര്യം സാധിപ്പിക്കും എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്?
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നെഹമ്യാവ് ഇത്ര ധൈര്യമായിട്ട് പറയാൻ കാര്യം എന്താ? ഇത്ര ചങ്കൂറ്റത്തോട് പറയാൻ കാര്യം എന്താ? സ്തോത്രം ചെയ്യുക. നെഹമ്യാവിന് അറിയാം ദൈവവുമായിട്ടുള്ള ബന്ധം അത്ര ആഴത്തിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് നെഹമ്യാവിന് പറയാൻ കഴിയും, ധൈര്യമുണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു സാധാരണ കാര്യമല്ല, ഒരു അസാധാരണമായ കാര്യത്തിന് വേണ്ടി നെഹമ്യാവ് 1-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുക. ആമേൻ. വലിയ ദൗത്യം ഉള്ള ഒരു കാര്യം, അല്ലെങ്കിൽ കഠിനമായ ഒരു കാര്യം, തൻ്റെ സ്വന്തം ബുദ്ധിക്കോ ചിന്തകൾക്കോ നിരൂപണങ്ങൾക്കോ സാധിച്ചെടുക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിന് വേണ്ടി 1-ാം അധ്യായത്തിൽ നെഹമ്യാവ് കരയുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ നെഹമ്യാവിനറിയാം, എനിക്ക് സ്വയമായി കഴിയാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുവാൻ വേണ്ടി, അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുവാൻ വേണ്ടി കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്ന ഒരു നെഹമ്യാവിനെയാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളുടെ മേൽ ദൈവജനം കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അസാധ്യമായ വിഷയങ്ങളുടെ മേൽ, ആമേൻ, അതിന്റെ മേലൊരു ദൈവകരം ചലിക്കും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരമാ. എത്ര പേരിന്ന് പകൽക്കാലം പറയോ, ആ ദൈവത്തിന്റെ കരം ഞാൻ കാണുന്നു, ആ ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടുമെന്ന്. ചുടലബാലഭാഷ. 1-ാം അധ്യായത്തിൽ നെഹമ്യാവ് കരയുന്നൊരു നെഹമ്യാവിനെയാണ് കാണുവാൻ കഴിയുന്നത്. ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്നൊരു നെഹമ്യാവിനെയാണ് 1-ാം അധ്യായത്തിൽ കാണുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് ചില റിസൾട്ടുകൾ ദൈവം വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. 3-ാം അധ്യായത്തിൽ ഏത് വിഷയത്തിന്റെ മേലെ കരഞ്ഞോ ആ വിഷയത്തിന്റെ പ്രവൃത്തിയിലേക്ക് ദൈവം തന്റെ സ്റ്റെപ്പുകളെ വെപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. സ്തോത്രം ചെയ്യുക. നമ്മുടെയൊക്കെ ആഗ്രഹം 1-ാം അധ്യായത്തിൽ കരഞ്ഞാൽ 1-ാം അധ്യായത്തിൽ തന്നെ എല്ലാം നടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇന്ന് രാത്രിയിൽ കരഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ ദൈവം വെളിപ്പെടണമെന്ന് നമ്മുടെ ആഗ്രഹം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും സ്റ്റെപ്പായിട്ടേ ദൈവം ചെയ്യുകയുള്ളൂ. അസ്ഥിത്താഴ്വരയിലേക്ക് നോക്കിക്കേ, തകർന്നു കിടക്കുന്ന ഒന്നിനും പ്രതീക്ഷയില്ലാത്ത അസ്ഥിത്താഴ്വരയിലേക്ക് പ്രവാചകനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുകയാ. നമ്മളായിരുന്നെങ്കിൽ, ഞങ്ങൾ ദൈവദാസന്മാരൊക്കെ ആണെങ്കിൽ വിശ്വാസത്തോടെ പറഞ്ഞ് നിശ്ചയമായിട്ടും ജീവിക്കുമെന്ന് പറഞ്ഞേനെ. ആമേൻ, ആമേൻ. എന്നാൽ പ്രവാചകന്റെ വാക്കുകൾ വളരെ അർത്ഥവത്തായ വാക്കുകളാ. ജീവിക്കുമെന്നും പറഞ്ഞില്ല, ജീവിക്കത്തില്ലെന്നും പറഞ്ഞില്ല. ഒന്നെനിക്കറിയാം, ഞാൻ ഇത് രണ്ടും പറയാൻ ഞാൻ ആളല്ല. പിന്നെ ഒന്നെനിക്കറിയാം, പ്രവാചകൻ പറയുകയാ, അത് കർത്താവ് അറിയുന്നു. ജീവിക്കുമെന്നോ ഇല്ലയെന്നോ പറയുവാൻ ഞാൻ ആളല്ല. പക്ഷെ എനിക്കൊന്നറിയാം, എന്തും ചെയ്യാൻ കരുത്തുള്ള ദൈവമാണ്. ആ ദൈവത്തിന്റെ വിശ്വസ്തതയെ നോക്കിയിട്ട് പ്രവാചകൻ പറയുകയാ, എന്തും ചെയ്യാൻ കരുത്തുള്ള കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ പ്രവാചകൻ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വന്ന് താഴ്വരയിലേക്ക് നിന്നതല്ല. ആരാണ് എന്നെ കൊണ്ടുവന്നത്? യഹോവയുടെ കരമാണ് എന്നെ കൊണ്ടുവന്നത്. യഹോവയുടെ ആത്മാവാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ജീവിപ്പിക്കുന്നത് ഞാനല്ല, യഹോവയുടെ കരമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവമാണോ വിളിച്ചത്? ദൈവമാണോ ഇറക്കിയത്? ദൈവമാണോ വാഗ്ദത്തം തന്നത്? എങ്കിൽ ഇന്ന് പകൽക്കാലം പറ, ദൈവമാണ് ചിലത് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒന്നും നടക്കുകയില്ലെന്ന് പറയുന്ന താഴ്വരയിൽ സകലതും നടത്താൻ ദൈവം വിശ്വസ്തനായ ദൈവമാ. അസാധ്യമെന്ന് പറഞ്ഞ താഴ്വരയിൽ നോക്കിക്കേ, അസ്ഥിത്താഴ്വരയാ, ഉണങ്ങിക്കിടക്കുകയാ, യാതൊരു സാധ്യതയുമില്ല. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്നിടത്താണ് ദൈവത്തിന് ചിലതൊക്കെ ചെയ്യുവാനുള്ളത്. എല്ലാം ശൂന്യമെന്ന് പറയുന്നിടത്താണ്
ദൈവത്തിന് ചിലത് ചെയ്യാനുള്ളത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിന് നന്ദി കരറ്റിക്കൊണ്ട് പറ. ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്ന വീടിന്റെ അകത്ത് ഒന്നും വെളിപ്പെടത്തില്ലെന്ന് പറയുന്ന അവന്റെ തലമുറയിൽ ആമേച്ചത് നടത്താൻ ദൈവം വിശ്വസ്തനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. പലരും കണ്ടിട്ട് പോയത് അസ്ഥിത്താഴ്വര. ആമേൻ ആമേൻ. ഒന്നും പറയാതെ മടങ്ങിപ്പോയി. കാരണം കാണുന്നവർക്കെല്ലാം അറിയാം ഒന്നും നടക്കത്തില്ലെന്ന്. ആമേൻ. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. കാരണം എന്താ? ആമേൻ. ഉണങ്ങിയ അവസ്ഥയില, യാതൊരു പ്രതീക്ഷയുമില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ചില ദൂതുകൾ കുടുംബങ്ങളോട് മീതെ കൈമാറാനുണ്ട്. ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്ന, ഒരു നന്മയും വെളിപ്പെടത്തില്ലെന്ന് പറയുന്ന, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന് പറയുന്ന ചില കുടുംബത്തിന്റെ അകത്തേക്ക് വചനത്തിന്റെ ശക്തി ആഴത്തിൽ വ്യാപരിക്കുകയാ. അഭിഷിക്ത ദൈവസഭയെ ചിലതിനെ ജീവിപ്പിക്കാൻ കരുത്തുള്ള ദൈവവചനത്തിന്റെ ശക്തി ആമേൻ ആഴത്തിൽ വ്യാപരിക്കുകയാ. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആമേൻ ജീവിക്കുമെന്നോ ഇല്ലെന്നോ പറയാൻ ആളല്ല. പ്രവാചകൻ പറയുന്നു, ഞാനത് പറയാൻ ആളല്ല, പക്ഷെ എനിക്കൊന്നറിയാം. ആമേൻ 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 ആമേൻ. കർത്താവിന് അത് ചെയ്യാൻ കഴിയും. കർത്താവെല്ലാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവെല്ലാം അറിയുന്നു എന്ന് പകൽക്കാലം പറ. കർത്താവിന് ചിലത് ചെയ്യാൻ കരുത്തുണ്ട്. തലമുറയിൽ ചിലത് വരുത്താൻ കർത്താവിന് കരുത്തുണ്ട്. ആമേൻ. കുടുംബജീവിതത്തിൽ ചിലത് ചെയ്യാൻ കർത്താവിന് കരുത്തുണ്ട്. അടഞ്ഞ മേഖലയിൽ തുറക്കാൻ ദൈവത്തിന് കരുത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാം തികഞ്ഞിരിക്കുന്നിടത്തല്ല ദൈവത്തിന് ചെയ്യാനുള്ളത്. എല്ലാം ശൂന്യമായി കിടക്കുന്നിടത്താ കർത്താവിന് ചെയ്യാനുള്ളത്. സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ നോക്കിയേ, വർഷങ്ങളായിട്ട് ചിന്നിച്ചിതറിക്കിടക്കുന്ന അസ്ഥിത്താഴ്വരയില് യാതൊരു പ്രതീക്ഷയെല്ലാം അസ്തമിച്ച സ്ഥലത്ത്, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാത്ത സ്ഥലത്ത് ആമേൻ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടൊരു ചോദ്യം, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ള ചോദ്യം. സ്തോത്രം ചെയ്യുകയാ. എന്നാൽ ആമേൻ നോക്കിക്കേ, ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ ചെയ്ത പ്രവൃത്തി എത്ര ശ്രേഷ്ഠകരമായ പ്രവൃത്തിയാണ്. സ്തോത്രം ചെയ്യുക. എന്താ ചെയ്തത് അവിടെ? ആമേൻ ആമേൻ. പ്രവചിക്കാൻ പറഞ്ഞു. അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞു. ആമേൻ. അസ്ഥികളെ നോക്കി പ്രവചിച്ചു തുടങ്ങിയപ്പോൾ 4 ഭാഗത്ത് നിന്നും ആമേൻ കാറ്റടിക്കാൻ തുടങ്ങി. സ്തോത്രം ചെയ്യുക. ആമേൻ ആമേൻ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ആമേൻ. വലിയ ഭൂകമ്പമൊക്കെ ഉണ്ടാകുകയാണ്, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. ആമേൻ. ഒന്നാമത് ചിന്നിച്ചിതറി കിടക്കുകയാണ്. ആമേൻ. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? കാലങ്ങളായിട്ട്, ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല, കാലങ്ങളായിട്ട് ചിന്നിച്ചിതറി കിടക്കുകയാ. ചിന്നിച്ചിതറി കിടക്കുന്നതൊക്കെ ഒന്നൊന്നിനോട് ചേരുവാനിടയായി തീർന്നു. കാലങ്ങളായി നഷ്ടമായി കിടന്നത് ഒറ്റ നിമിഷം കൊണ്ട് ഒന്ന് ചേരുവാനിടയായി തീർന്നു. കാലങ്ങളായി മാറിക്കിടന്നത് ആമേൻ ഒന്നൊന്നിനോട് ചേരുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര ആഴത്തിലുള്ളതാ ഇന്ന് പകൽക്കാലം പറ. അസാധ്യമായ ചില വിഷയങ്ങളെ നോക്കിയിട്ട് വചനം ഏറ്റെടുത്തിട്ട് പറ. ചില ദൈവപ്രവൃത്തികൾ ഞാൻ കാണാൻ പോവുകയാ. ദൈവസഭയിൽ ചില ദൈവപ്രവൃത്തികൾ ഞാൻ കാണാൻ പോവുകയാ. കൂടാരങ്ങളിൽ ചില ദൈവപ്രവൃത്തികൾ ഞാൻ കാണാൻ പോവുകയാ. കയ്യെത്തും ദൂരത്ത് നഷ്ടമായി പോയത് ഭവനത്തിലേക്ക് മടങ്ങി വരികയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മടക്കി തരാൻ ഒറ്റ നിമിഷം മതി. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ഒറ്റ നിമിഷം മതി. 20 വർഷം കൊണ്ട് ചിതറിപ്പോയത് ആമേൻ 2 സെക്കൻഡ് കൊണ്ട് മടക്കി വരുത്താൻ ദൈവത്തിന് കരുത്തുണ്ട്. ആമേൻ. കാലങ്ങളായി നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞിരിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് പറയുക. വേഗത്തിൽ ചിലത് മടങ്ങി വരാൻ സമയമായിരിക്കുകയാ. വേഗത്തിൽ ചില പ്രവൃത്തികൾ, ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരട്ടെ. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ നെഹമ്യാവ് ആമേൻ ആമേൻ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കേ. ഈ വർത്തമാനം കേട്ടപ്പോൾ വായിച്ചേ. കണ്ടോ. ഈ വർത്തമാനം കേട്ടപ്പോൾ കരയാൻ തുടങ്ങി, ദുഃഖിച്ചു, ഉപവസിച്ചു. കണ്ടോ,
ഏതെല്ലാം മേഖലകളിലൂടെ കടന്നു പോകുന്നത്. ആമേൻ ആമേൻ. ഇന്നില്ലാത്ത ഒരു സംഭവമാണ് കരച്ചിൽ എന്ന് പറയുന്നത് അല്ലേ? പണ്ടുണ്ടായിരുന്ന ഇന്നില്ലാത്ത. ആമേൻ. കുറേ നാളിരുന്ന് കരഞ്ഞു എന്നുവെച്ചാല് ഈ മതിലിടിഞ്ഞു കിടക്കുന്നത് കേട്ടിട്ട്, വാതിലുകൾ തീ വെച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് ചാടി ഇറങ്ങി പുറപ്പെടുകയല്ല നെഹമ്യാവ് ചെയ്തത്. തനിക്കറിയാം താൻ ഇറങ്ങി പുറപ്പെട്ടാൽ നടക്കത്തില്ല. പക്ഷെ ഒരുവൻ പുറപ്പെടുവിച്ചാൽ അസാധ്യമായ വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. Praise the Lord, praise the Lord, praise the Lord. എത്ര പേരെന്നോട് ചേർന്ന് ആമേൻ പറയാ? ദൈവദാസന്മാരെ, നമ്മൾ തന്നെ നോക്കിയാൽ ഒന്നും നടക്കത്തില്ല. പക്ഷെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ജനത്തെ ദൈവം ഒരുക്കുവാനിടയായി തീരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക. ആമേൻ. നെഹമ്യാവ് കരയുവാനായിട്ട് തുടങ്ങി. ആമേൻ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് പറയുന്നു, അവൻ കുറെ നാൾ കരഞ്ഞു. ഒറ്റയടിക്കൊന്നും നടക്കത്തില്ല കേട്ടോ. ദൈവത്തിങ്കിൽ നിന്ന് എന്തെങ്കിലും നടക്കണമെങ്കിൽ ചില കരച്ചിലുകൾ ഉയരണം. സ്തോത്രം ചെയ്യുക. ചില ഉപവാസങ്ങൾ ഉയരണം, ചില പ്രാർത്ഥനകൾ ഉയരണം. ആമേൻ, ആമേൻ, ആമേൻ. വേഗത്തിൽ നാം ചാടി എഴുന്നേറ്റ് ചെയ്യുകയല്ല, ദൈവത്തിൽ കരയുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ മാതാപിതാക്കള് ആമേൻ കുത്തിയിരുന്ന് ഉപവസിക്കുന്ന മാതാപിതാക്കളുണ്ടായിരുന്നില്ലേ? ഞാൻ വിചാരിക്കുന്നത് ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ച് ഉപവസിച്ച മാതാപിതാക്കളുടെ തലമുറകളൊക്കെ നല്ല നന്മയൊക്കെ അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. എന്നാൽ പിൽക്കാലത്തേക്ക് വന്നപ്പോൾ ആ ഉപവാസവും പ്രാർത്ഥനയൊക്കെ നമ്മിൽ അന്യപ്പെട്ടു പോയി. സ്തോത്രം. അതിൻ്റെതായ പ്രശ്നങ്ങൾ തലമുറയിലുണ്ട് താനും. ആമേൻ, സ്തോത്രം ചെയ്യാം. എന്നാൽ ഞാൻ ഇന്ന് പകൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആമേൻ, കടുങ്കെട്ട് വീണ വിഷയത്തിന്റെ മേൽ പോലും ദൈവസഭ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജയം നേടിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു, സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആമേൻ. പകൽക്കാലം പറയട്ടെ, ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ മേലും ജയം തരുവാൻ ആമേൻ കണ്ണീരും ഉപവാസവും പ്രാർത്ഥനയിലേക്കും ദൈവസഭ മടങ്ങി വരേണ്ടിയിരിക്കുന്നു. നെഹമ്യാവ് കരഞ്ഞു കുറെ നാൾ. അവിടെ അങ്ങനെയല്ലേ പറയുന്നത്? കുറെ നാൾ ദുഃഖിച്ചു. എന്തിനു വേണ്ടി? അവസ്ഥകളെ കേട്ടിട്ട്. തന്റെ പിതാക്കന്മാരുടെ പട്ടണം, അതിന്റെ തകർച്ചകളെ കേട്ടിട്ട്, മതില് ഇടിഞ്ഞു കിടക്കുന്നത് കേട്ടിട്ട്. കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. സ്തോത്രം ചെയ്യുക. ദേശത്തെ അനർത്ഥങ്ങൾ കേൾക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കുന്നവരല്ല ആത്മീയരെന്ന് പറയുന്നത്. ആമേൻ. അവരുടെ ഉള്ളം തിളയ്ക്കണം. ആമേൻ. ആത്മാവ് അവരെ ശക്തീകരിക്കണം. ദേശത്തെ അനർത്ഥങ്ങളെ കാണുമ്പോൾ കുറെ നാൾ കരഞ്ഞു, ദുഃഖിച്ചു, കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ വിഷയത്തെ സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1-ാം അധ്യായം ഞാൻ അങ്ങനെ നിർത്തുകയാണ്. സ്തോത്രം. കാരണം എന്താ അറിയാമോ? നെഹമ്യാവിനറിയാം കൂടെ നിൽക്കാൻ ആരുമില്ല, കൂടെ പാടാൻ ആരുമില്ല. വേണമെങ്കിൽ നെഹമ്യാവിന് കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് സന്തോഷിച്ചങ്ങ് പോയാൽ മതി. ഇത് കണ്ടില്ല എന്ന് നടിക്കാം. സ്തോത്രം ചെയ്യുക. എന്നാൽ ഇന്ന് ചിന്തിച്ചോണേ, കണ്ടില്ല എന്ന് നടിച്ചാൽ അത് തകർച്ചയിലേക്കാ പോക്ക് കേട്ടോ. സ്തോത്രം ചെയ്യുകയാ. ദേശത്ത് വാഴുന്ന ആമേൻ ആമേൻ അനർത്ഥങ്ങൾ, ദേശത്തുയർന്നു വരുന്ന ആമേൻ അനർത്ഥങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചാൽ അത് വലിയ അനർത്ഥമായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നെഹമ്യാവ് അവിടെ ഉപവസിച്ച് കരഞ്ഞു, പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ. 2-ാം അധ്യായമായപ്പോൾ നെഹമ്യാവ് പതിവ് പോലെ രാജാവിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാം. ഈ നമ്മൾ ഒരു വിഷയമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ ആദ്യം നമ്മളെ പ്രയർ ഗ്രൂപ്പിലിടും അല്ലേ?
ഇന്നതുപോലൊരു വിഷയമുണ്ട്. ഞങ്ങൾ പാസ്റ്റർമാരൊക്കെ മിക്കപ്പോഴും പ്രെയർ ഗ്രൂപ്പിലൊക്കെ വിഷയങ്ങൾ ഇടാറുണ്ട്. പക്ഷേ അന്ന് പ്രെയർ ഗ്രൂപ്പും ഇല്ല, വാട്സാപ്പും ഇല്ല, ഇൻസ്റ്റാഗ്രാമും ഇല്ല, ഒന്നുമില്ല. നെഹമ്യാവ് ഒറ്റയ്ക്ക് സ്തോത്രം ചെയ്യുക. ഒറ്റയ്ക്ക് അങ്ങോട്ട് മുഴങ്കാലും അടക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക് മുഴങ്കാലും അടക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. സ്തോത്രം ചെയ്യുക. ഒറ്റയ്ക്ക് മുഴങ്കാലും അടക്കുന്ന, ഇന്നലകളിൽ വിടുതൽ അനുഭവിച്ച, ഇന്നലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട ചിലര് ഇതിനകത്തുണ്ട്. Praise the Lord. Hallelujah. ഒരിക്കൽ പൗലോസ് സഞ്ചരിച്ച കപ്പൽ 276 പേര്, പൗലോസ് ഉൾപ്പെടെ 275 പേരും പറയുക, ഈ ഈശാനമൂലനടിച്ചോ കപ്പൽ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ 275 പേരും പറയുക, ഇനി നമ്മൾ രക്ഷപ്പെടത്തില്ല കേട്ടോ, രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല, രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി എന്ന് പറഞ്ഞ് ക്ഷീണിച്ചൊരു ഭാഗത്തിരിക്കുമ്പോൾ ഒരുവൻ മാത്രം അവൻ മുഴങ്കാലും അടക്കി ഉടയവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ആമേൻ. പൗലോസ് പറയുക, എന്റെ ഉടയവൻ എന്റെ അടുക്കൽ ഇറങ്ങി വന്നു, എന്റെ ഉടയവന്റെ ദൂതൻ എന്റെ അടുക്കൽ ഇറങ്ങി വന്നു, അവൻ എന്നോട് സംസാരിച്ചു. നന്ദി കർത്താവേ. നോക്കിക്കേ, ആമേൻ. ഒറ്റയ്ക്ക് മതി കേട്ടോ, ഒറ്റയ്ക്ക് ഇരുന്നാലും ദൈവപ്രവൃത്തി വെളിപ്പെടാം. ആമേൻ. പൗലോസ് ഒറ്റയ്ക്ക് ഇരിക്കുകയാ. ബാക്കി എല്ലാവരും പറയുന്നത് എന്താ അറിയാം? രക്ഷപ്പെടാൻ പോകുന്നില്ല. 275 പേരും പറയുന്നത് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഭൂരിപക്ഷം നോക്കിയാ അവരാ അല്ലേ? എല്ലായിടത്തും ഭൂരിപക്ഷമല്ലേ നോക്കുന്നത്? ആമേൻ. പക്ഷെ ഭൂരിപക്ഷം ദൈവത്തിന് പ്രശ്നമല്ല. ഒറ്റയ്ക്ക് മുഴങ്കാലം അടക്കുന്നവനാ ദൈവത്തിന്റെ കൂടെയുള്ളവൻ. ആമേൻ. ഭൂരിപക്ഷത്തിന്റെ കൂടെയല്ല ദൈവം, നിലവിളിക്കാൻ ഒരുക്കമുള്ളവന്റെ കൂടെയാ ദൈവം. ഹല്ലേലൂയ. ദൂതൻ, ആമേൻ. അത് പൗലോസ് അവിടെ പ്രത്യേകം എഴുതി വെച്ചിരിക്കുക. ആമേൻ. കർത്താവിന്റെ ദൂതൻ, എന്റെ ഉടയവൻ, ഞാൻ സേവിച്ചു വരുന്ന എന്റെ ദൈവത്തിന്റെ ദൂതൻ, എന്റെ ഉടയവൻ എന്നോട് സംസാരിച്ചു കേട്ടോ. ആമേൻ. ഇന്ന് പകൽക്കാലം, ഈ വിശുദ്ധ പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുക. ആമേൻ. നിന്റെ മുറിക്കകത്തിൽ ഇറങ്ങി വരുന്ന ഒരു ഉടയവനുണ്ട്. നിന്റെ ഭാരമേറിയ വിഷയങ്ങളെ കൈത്താകുന്ന ഒരു ഉടയവനുണ്ട്. നീ നേരിടുന്ന, ആമേൻ, അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ അകത്ത് നിന്നോട് ഇടപെടുന്ന ഒരു ദൂതനുണ്ട്, ഒരു ഉടയവനുണ്ട്. Praise the Lord. Hallelujah. ഉടയവൻ ഇറങ്ങി വന്നിട്ട് പൗലോസ് 275 പേരും പറയുക, നമ്മൾ തരിപ്പണമാകും, രക്ഷപ്പെടത്തില്ലെന്ന് പറയുമ്പോൾ ദൂതൻ, ആമേൻ, പൗലോസിനോട് പറയുക, ആമേൻ, എല്ലാവരും രക്ഷപ്പെടും, ആരും തീർന്നു പോകത്തില്ല, ആരും നശിച്ചു പോകത്തില്ല. ആമേൻ. ഭൂരിപക്ഷം പറഞ്ഞെന്താ? രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഒരുത്തനോട് പറയുക, രക്ഷപ്പെടും കേട്ടോ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൂതുണ്ട്, രക്ഷപ്പെടത്തില്ലെന്ന് എവിടെ വിധി എഴുതിയോ അവിടെ രക്ഷപ്പെടും ഒരു രക്ഷകന്റെ കരമുണ്ടെന്ന് വിശ്വസിക്ക്. ഈ വചനത്തിന്റെ ശക്തി ചിലരിലേക്ക് വ്യാപരിക്കുകയാ. മെഡിക്കൽ സയൻസ് വിധി എഴുതിയ മേഖലകളിൽ ദൈവ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുകയാ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ രക്ഷപ്പെട്ടത്? ആമേൻ. രക്ഷപ്പെട്ടത് എങ്ങനെയാ? പുതിയ കപ്പലൊന്നും വന്നില്ല കേട്ടോ. നിങ്ങളെ രക്ഷപ്പെടുത്താവെന്ന് പറഞ്ഞ് പുതിയ കപ്പലൊന്നും വന്നില്ല. ഈശാനമൂലൻ ആഞ്ഞടിച്ചിട്ട് ഈ പടക് കപ്പൽ അത് പീസായി. എന്ന് വെച്ചാൽ പലകകളൊക്കെ തെറിച്ചു പൊയ്ക്കൊണ്ടിരിക്കുക. ആമേൻ. ചെറിയ പലക കഷ്ണത്തിലൊക്കെ പിടിച്ച് അവരെവിടെ എത്തി? മെലിത്താ ദ്വീപിലെത്തി. സ്തോത്രം ചെയ്യുക. നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ കോളറൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, പുതിയൊരു കപ്പൽ ഇങ്ങോട്ട് അയക്കെന്ന് പറയില്ലേ? പുതിയൊരു കപ്പൽ വന്നിട്ടേ ഞാൻ കയറുന്നുള്ളൂ. വലിയൊരു സാക്ഷിയൊക്കെ പറയണ്ടേ, പകലൊരു കപ്പൽ അയച്ചു, എന്നെ വിടുവിച്ചു എന്നൊക്കെ പറയണ്ടായോ? സ്തോത്രം ചെയ്യുക. ആമേൻ. പലകപ്പീസയിലൊന്നും പിടിക്കാൻ നമുക്ക്, പല കഷ്ണത്തിലൊന്നും പിടിക്കാൻ നമുക്ക് താല്പര്യമില്ല. സ്തോത്രം ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, പലകക്കഷ്ണത്തെ പിടിക്കാൻ സന്ദർഭം ദൈവം തന്നിട്ടുണ്ട്, അതേ പിടിച്ച് കയറിക്കോണം കേട്ടോ. വലിയ ദൂതൊന്നും പ്രതീക്ഷിച്ചിരിക്കരുത്. ചെറിയൊരു ദൂതായിരിക്കാൻ ദൈവം തരുന്നത്, അതേ പിടിച്ച് കയറിക്കോണോ. ചെറിയ പലക കഷ്ണങ്ങൾ എന്തിനാ? എത്തേണ്ട അടുത്ത് നമ്മെ എത്തിക്കുക. ഒരു
ഒരുപക്ഷെ ചെറിയൊരു നിസാര പാട്ടായിരിക്കാം, അതിനകത്തെ ഒരു വാക്കായിരിക്കാം, ആമേ, ഒരു സങ്കീർത്തനത്തെ ചെറിയൊരു വാക്കായിരിക്കാം. നമ്മൾ അതിനെ മുറുകെ പിടിച്ചോണം കേട്ടോ. അത് നമ്മെ രക്ഷപ്പെടുത്തുന്നതാ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് കണ്ടോ. 27-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 27 പറഞ്ഞ് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പറയുക. രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ലെന്ന് പറയുക. പക്ഷെ നിങ്ങൾ 28-ാം അധ്യായം ഒന്ന് വായിച്ചേ. 28-1 അപ്പോസ്തല പ്രവൃത്തി 28-1 കണ്ടോ. രക്ഷപ്പെട്ട ശേഷം, രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നല്ല, രക്ഷപ്പെടുത്താൻ നോക്കാമെന്നല്ല, ആമേ, പിന്നെയോ പൂർത്തീകരണത്തിന്റെ ഒരു ദൂത് ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക. രക്ഷപ്പെട്ട ശേഷം കണ്ടോ, രക്ഷപ്പെട്ട ശേഷം 27-ാം അധ്യായം രക്ഷപ്പെടത്തില്ലെന്ന് വിധി എഴുതുമ്പോൾ പുതിയൊരു അധ്യായം ദൈവം തുറക്കുകയാ. 28-ാം അധ്യായം പറയുക രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര്. പണ്ടൊരു അമ്മാമ്മ വായിച്ചപ്പോൾ മെലിഞ്ഞാന്നാ വായിച്ചത്. മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങളോട് അസാധാരണ കണ്ടോ, ദയ ലഭിക്കേണ്ട സ്ഥാനമല്ല, പക്ഷെ അസാധാരണ ലഭിച്ചു, അസാധാരണ ദയ ലഭിച്ചു. അപരിഷ്കൃതരായ ആൾക്കാരുടെ അടുക്കിലേക്ക്, ദ്വീപിലേക്ക് കയറി ചെല്ലുമ്പോൾ യാതൊരു ദയയ്ക്കും കരുണയ്ക്കും യോഗ്യതയില്ലാത്തതാ, പക്ഷെ അസാധാരണ ദയ ലഭിച്ചു. എന്താ കാര്യം അറിയാമോ? ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അസാധാരണമായ ദയ ഉള്ളവൻ കയറിയ ദ്വീപിൽ അസാധാരണതയെ ലഭിച്ചു. അങ്ങനെങ്കിൽ ഞാനൊരു ദൂതൂടെ കൈമാറാ. നിന്റെ മുമ്പിൽ വരുന്ന ചില വിഷയങ്ങളുടെ മുമ്പിൽ അസാധാരണ ദയ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാ. നിന്നെ കടിച്ചു കീറുമെന്ന് വാദിക്കുന്ന ചില വിഷയങ്ങളുടെ മുമ്പിൽ അസാധാരണ ദയ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാ. വിശ്വസിക്കുന്ന എത്ര പേരുടെ ഇതിനകത്തറകളിൽ ആമേൻ അസാധാരണതയാ ദൈവമൊരുക്കുന്ന അസാധാരണതയാ. പ്രൈസ് ദി ലോർഡ്. അസാധാരണതയാ സ്തോത്രം ചെയ്യുക. സാധാരണ അല്ലാത്തൊരു അസാധാരണതയാ സ്തോത്രം. ആമേൻ. ഈ പൗലോസ് വെള്ളത്തിൽ നിന്ന് തണുപ്പൊക്കെ അടിച്ച് ശൈത്യകാലമായതുകൊണ്ട് തണുപ്പടിച്ചങ്ങോട്ട് കയറി ചെല്ലുക. ശ്രദ്ധിക്കണേ, തണുപ്പടിച്ചങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആ പുള്ളികളെല്ലാം കൂടെ ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. ചൂട് അവർക്ക് തണുപ്പ് സഹിക്കാൻ വയ്യായിട്ട് തീയൊക്കെ കത്തിച്ച് അതിന് ചുറ്റിനുമൊക്കെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ നല്ല തണുപ്പ് സമയത്ത് ഈ വാഴയുടെ ആ കച്ചിയൊക്കെ എടുത്തിട്ട് തീയൊക്കെ കത്തിച്ച് ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ചെന്നിട്ട് രാവിലെ ഇങ്ങനെ ചുറ്റിന് വിരിക്കും. അപ്പം കുറച്ച് ചൂട് നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഇവിടെ കാണും. പണ്ട് നമ്മൾ ചെയ്തിരുന്നൊരു കാര്യം. അപ്പോൾ ഇവരെന്ത് അറിയാമോ, വിറക് കൂട്ടിയിട്ട് ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുക, ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. തണുപ്പ് മുഖാന്തരം അവർക്ക് ചൂട് ആവശ്യമുള്ളത് കൊണ്ട് അവർക്ക് ചൂട് വേണമായിരുന്നു. പൗലോസ് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഇവരിങ്ങനെ തണുപ്പ് മാറ്റിക്കൊണ്ടിരിക്കുക. പക്ഷെ പൗലോസും ഭയങ്കര തണുപ്പിൽ നിന്നാണ് കയറി ചെല്ലുന്നത്, വെള്ളത്തിൽ നിന്നാണ് കയറി ചെല്ലുന്നത്. പൗലോസിനും അത്യാവശ്യം തണുപ്പ് മാറ്റുക എന്നുള്ളതാണ്. പൗലോസിന് അവിടെ ചെന്നിരുന്ന് തണുപ്പ് മാറ്റിയാൽ മതി. പക്ഷെ പൗലോസ് അങ്ങോട്ട് പോയില്ല. പൗലോസ് ആ തീയലോട്ടൊന്ന് നോക്കിയപ്പോൾ പൗലോസിന് മനസ്സിലായി എവർക്ക് ഈ തണുപ്പ് മാറ്റാൻ ഈ തീയൊക്കെ മതി, ഇല്ലേ? തണുപ്പ് മാറ്റാൻ ഈ തീയൊക്കെ മതി. സ്തോത്രം. പൗലോസിൻ്റെ ആവശ്യം അതല്ല, പൗലോസിന് അത് പോരാ കേട്ടോ. പൗലോസിന് അത് പോരാ. പൗലോസ് ഈ തീയുടെ ശക്തി ഒന്ന് കൂട്ടാനുള്ള പരിപാടിയൊക്കെ ചെയ്തു. കുറേ വിറക് പെറുക്കി തീക്കകത്തേക്ക് കൊണ്ടിട്ടു. സ്തോത്രം ചെയ്യാൻ ഇന്ന് പകൽക്കാൻ ഞാൻ പറയട്ടെ, ഈ ചെറിയ തണുപ്പൊക്കെ മാറ്റാൻ ചെറിയൊരു സ്തോത്രം ഹല്ലേലൂയൊക്കെ മതി. അവൻ ചെറിയ ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ ചെറിയൊരു സ്തോത്രം ഹല്ലേലൂയൊക്കെ മതി. അടിച്ചില്ലേലും കുഴപ്പമില്ല, ദൈവം അതൊക്കെ തരും കേട്ടോ. ആമേ. പക്ഷെ പൗലോസിന് മനസ്സിലായി ദേശത്ത് വാഴുന്ന ചില കുടിയിരിപ്പ് മണ്ഡലങ്ങളുണ്ട്, ദേശത്തിന്റെ അന്ധകാര ശക്തികളുണ്ട്, വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ചില ശക്തികളൊക്കെ ഉണ്ട്. അതൊക്കെ തകരണമെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി വർദ്ധിക്കണം, തീയുടെ ശക്തി വർദ്ധിക്കണം, ആത്മസാന്നിധ്യമൊന്ന് രുചിച്ചറിയണം, ദൈവകൃപയൊന്ന് ആഴത്തിൽ രുചിച്ചറിയണം. Praise the Lord. Hallelujah.
ഹല്ലേലൂയ. ആമേൻ ആമേൻ. നോക്കിക്കേ, ആമേൻ ആമേൻ ആമേൻ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ 1 കിലോ 2 കിലോ അരിയും 1 കിലോ മത്തിയും ചാളയൊക്കെ മതിയെങ്കിൽ ചെറിയൊരു സ്വോത്രം ഹല്ലേലൂയൊക്കെ മതി. പക്ഷെ വാഗ്ദത്ത അഭിഷേകയുടെ മേലെ ജയമെടുക്കണമെങ്കിൽ അഭിഷേകത്തോടെ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച് വചനം ഏറ്റെടുത്ത് ദൈവപ്രവൃത്തിക്ക് വേണ്ടി തീയുടെ ശക്തി ഒന്ന് വർദ്ധിപ്പിച്ച് അഭിഷേകത്തിന്റെ കരുത്തോടെ ഒന്ന് ദൈവത്തെ ആരാധിച്ച് ഇന്ന് പകൽക്കാലം ഒന്ന് സ്തുതിക്കാമോ? ആമേൻ ആമേൻ. ആ കരങ്ങളൊന്ന് ചലിക്കട്ടെ. ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ജനം ഒരുക്കപ്പെടട്ടെ. ആമേൻ. ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ തകർക്കുന്ന ഒരു ദൈവശക്തിയോടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് ആമേൻ കുറെ വിറക് പെറുക്കിയപ്പോൾ ഇതെന്താ കയ്യിൽ പറ്റി തീ വിറകിൽ നിന്ന് അണലി വന്ന് കയ്യിൽ പറ്റി. ആമേൻ. ഇവരെല്ലാം കൂടി ഇപ്പോൾ അവനെ നോക്കി നിൽക്കുക. കാരണം എന്നറിയാം, അവൻ വീഴും, വീർത്തു പൊങ്ങും, ചത്ത് നിലത്ത് വീഴുമെന്ന് പ്രതീക്ഷയോടെ അവർ നോക്കുകയാണ്. പക്ഷെ വചനം പറയുന്നു, കുറെ നേരം കാത്തു നിന്നിട്ടും ഇവനൊന്നും ഭവിച്ചില്ല കേട്ടോ. സ്വതന്ത്രം ചെയ്യുകയാ. എത്ര പേര് സന്തോഷത്തോടെ ആമേൻ പറയും? നാളുകളായി നോക്കി നിൽക്കുന്ന ചിലരുണ്ട്. നിന്റെ തകർച്ച കാണാൻ, നീ വീഴുന്നത് കാണുവാൻ, നീ എഴുന്നേൽക്കാതിരിപ്പാൻ ആമേ ദുഷ്ടലാക്കോടെ നോക്കുന്നവരുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം പറ, ഇവനൊന്നും ഭവിച്ചില്ലല്ലോ. നെഹമ്യാവ് കുറെ നാൾ ദുഃഖിച്ചു, കരഞ്ഞു, ഉപവസിച്ചു. ഒന്നാം അധ്യായത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു ഉപവസിച്ച ആമേൻ ആരോടും പറയാതെ, നോക്കിക്കേ, ഒറ്റ മനുഷ്യൻ അറിയാതെ നെഹമ്യാവ് കരയാൻ തുടങ്ങി. ഒന്നാം അധ്യായത്തിൽ അതാ കാണുന്നത്. നെഹമ്യാവ് കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ആരോടും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സപ്പോർട്ട് ആരുമില്ലായിരുന്നു. സ്വതന്ത്രം ചെയ്യുകയാ. സപ്പോർട്ടിന് ആരുമില്ലായിരുന്നു. ആമേൻ 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 ആമേൻ. ദൈവാത്മാവ് ഇടപെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാ. സപ്പോർട്ട് ഇല്ലാതെ ഒരു പ്രാർത്ഥന ആമേൻ ഒന്നാം അധ്യായത്തിൽ ഉയർന്നപ്പോൾ ചുറ്റുപാടിലേക്ക് നോക്കാതെ ഉയരത്തിലേക്ക് ഭക്തൻ നോക്കിയപ്പോൾ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉയരത്തിലെ രക്ഷകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആമേൻ രാജാവിന്റെ ഉള്ളത്തെ ദൈവം ചലിപ്പിക്കാൻ തുടങ്ങി. ഒന്നാം അധ്യായത്തിൽ കരഞ്ഞ ഭക്തനെ രണ്ടാം അധ്യായത്തിൽ ദൈവം കൈവിടുകയല്ല. ആമേൻ. സപ്പോർട്ട് ആരും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഒന്നാം അധ്യായത്തിൽ കരഞ്ഞ ഭക്തന് വേണ്ടി രണ്ടാം അധ്യായത്തിൽ സപ്പോർട്ട് ദൈവം ഒരുക്കുക. നെഹമ്യാവ് ഇങ്ങനെ പാനപാത്രമൊക്കെ ആയിട്ട് വന്നപ്പോൾ രാജാവ് ചോദിക്കുക, നിന്റെ ആ വാക്യം ഒന്ന് വായിക്കാമോ? രണ്ടാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. കണ്ട, നെഹമ്യാവ് രാജാവിനോട് വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല, ഒരക്ഷരം പോലും പറഞ്ഞില്ല. കണ്ടപ്പോഴേ ചോദിക്കുകയാ, ആമേ നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? കണ്ടോ? ശ്രദ്ധിച്ചേ, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ന് രാജാവ് ആമേൻ നെഹമ്യാവിനോട് ചോദിക്കുകയാ. നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? സ്തോത്രം ചെയ്യുകയാ. അവിടെ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് പറയാം. ആമേൻ ആമേൻ. മുഖം കണ്ടിട്ട് രാജാവ് ചോദിക്കുക, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? പക്ഷേ ആമേൻ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഭക്തന്റെ ഉള്ളം രാജാവിന്റെ കയ്യിൽ സമർപ്പിച്ചപ്പോൾ അത് രാജാവിലൂടെ ദൈവം മറുപടി കൊടുക്കുകയാ. ഉയരത്തിലേക്ക് പോകേണ്ടത് പോയപ്പോൾ 4 ഭാഗത്തു നിന്നും ദൈവം മറുപടി ഒരുക്കുകയാ. വിശ്വസിക്കാൻ പ്രാപ്തിയുണ്ടോ ദൈവമക്കളെ? വചനം ഏറ്റെടുക്കാൻ അവൻ ഒരുക്കമുണ്ടോ? ഉയരത്തിലേക്ക് പോകേണ്ടത് പോയാൽ ചുറ്റുപാടുകളിൽ നിന്ന് ദൈവത്തിൽ അനുകൂലമായിട്ടൊരുക്കും. Praise the Lord.
ഉള്ളു കണ്ടവൻ സ്വർഗത്തിലെ അപ്പനാ, ഉടയവനാ. സ്തോത്രം ചെയ്യുകയാ. ആമേൻ. ഈ വിശുദ്ധ പകൽക്കാലം എത്ര ദൈവമക്കൾ പറയോ, എന്റെ ഉള്ളു നീറുന്നത് സ്വർഗത്തിലെ അപ്പൻ കണ്ടോ. ആമേൻ. ഞാൻ ഭാരപ്പെടുന്ന വിഷയം സ്വർഗത്തിലെ അപ്പൻ കണ്ടോ. അവൻ എനിക്ക് വേണ്ടി അവൻ ചിലരുടെ ഉള്ളങ്ങളെ ചലിപ്പിക്കുന്നവനാ. അവന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് പറയാൻ എത്ര പേർ ഒരുക്കപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിൽ മറുപടികൾ വെളിപ്പെടുകയാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ഉള്ളു കണ്ടത് ആരാ? അകം കണ്ടവൻ സ്വർഗത്തിലെ അപ്പനാ. രാജാവിനോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. പറഞ്ഞത് ആരോടാ? രാജാതി രാജാവിനോടാ പറഞ്ഞത്. സ്തോത്രം ചെയ്യുക. രാജാതി രാജാവിനോട് പറഞ്ഞപ്പോൾ ആമേൻ ഇവിടെ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് മറുപടി വരികയാ. സ്തോത്രം. കൊട്ടാരത്തിലേക്കൊന്നും പറയാതെ ആമേൻ ഉയരത്തിലേക്ക് പറഞ്ഞപ്പോൾ ഇവിടെ കൊട്ടാരത്തിൽ നിന്ന് രാജാവിനെ ദൈവം ഒരുക്കുകയാ. ആമേൻ, ആമേൻ, ആമേൻ. ഭാരമേറിയ വിഷയങ്ങളുടെ നടുവിൽ ആമേൻ ഉയരത്തിലെ രാജാവിന്റെ കയ്യിലേക്ക് ആമേൻ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിഷയങ്ങളെ സമർപ്പിച്ചോ. നീ പ്രതീക്ഷിക്കാത്ത ചില മറുപടികൾ ആമേൻ നിനക്ക് ചുറ്റും നിന്നും ദൈവം ഒരുക്കാൻ പോവുകയാ. ആമേൻ. നിന്നെ തളർത്തിക്കളയുന്ന വിഷയങ്ങളുടെ നടുവിൽ ആമേൻ നീ മുഴങ്കാല് മടക്കിക്കോ. ആമേൻ. നിനക്ക് വിരോധമായിട്ടുള്ള വിഷയങ്ങളുടെ നടുവിൽ നീ മുഴങ്കാല് മടക്കിക്കോ. ആമേൻ. നിന്റെ സാഹചര്യം ദൈവം ഒരുക്കാൻ പോവുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുക, ജയമെടുക്കുക, ജയമെടുക്കുക. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചില ദൂതുകൾ കൈമാറുകയാ. നിന്നെ തളർത്തിക്കളയുന്ന ചില വെല്ലുവിളികൾ, ഭാരമേറിയ വിഷയങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. അവിടെ നീ തളരുകയല്ല, നീ ഉയരത്തിലേക്ക് കൊടുക്ക, ഉയരത്തിലേക്ക് കൊടുക്ക. നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ചില മറുപടികൾ ദൈവം തരാൻ പോവുകയാ. ചില മറുപടികൾ ദൈവം തരാൻ പോവുകയാ. Praise the Lord. Hallelujah. 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യോട് വായിച്ചോട്ടെ. രാജാവിനോട് നിന്റെ അപേക്ഷ എന്ത്? ഇതുവരെയും രാജാവിനോട് പറയാത്ത കാര്യം ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. പറഞ്ഞാൽ ഡയറക്റ്റ് പറഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം രാജാവിനെ കൊണ്ട് ഇങ്ങോട്ട് ചോദിപ്പിക്കുക. രാജാവിനെ കൊണ്ട് ഇങ്ങോട്ട് യോജിപ്പിക്കുക. അതല്ലേ ഒന്നുകൂടെ സന്തോഷം. സ്വതന്ത്രം ചെയ്യുക, ഇങ്ങോട്ട് യോജിപ്പിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങോട്ട് യോജിപ്പിക്കുക. ആമേൻ. എന്താ പറഞ്ഞത്? എന്താണ് നിന്റെ രാജാവിനോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ കണ്ടോ, അവിടെയും അപേക്ഷ പറഞ്ഞില്ല, എടുത്തിയാടി ഒന്നും പറഞ്ഞില്ല. അവിടെയും എന്താ ചെയ്തറിയാമോ? ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്, കണ്ടോ, സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് പറഞ്ഞു. സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആമേ സ്വർഗത്തിലെ അപ്പനെ കൈവിടാതെയാണ് സകല കാര്യങ്ങളിലും നെഹമ്യാവ് തന്റെ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉടയവനുമായിട്ടുള്ളൊരു ഇടപാട്, ഉടയവനെ കളയാതെയുള്ളൊരു ഇടപാട്. രാജാവിനോട് കാര്യം പറയാൻ പോകുമ്പോഴും ഉടയവനുമായിട്ട് പ്രാർത്ഥിച്ചിട്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറയുന്നു. ഒരിക്കൽ അമാലേക്കൻ ഈ ഇസ്രായേൽ ജനത്തിന് നേരെ യുദ്ധത്തിന് വന്നു. യുദ്ധത്തിന് വന്നപ്പോൾ മോശയാണ് നേതാവ്. പക്ഷെ മോശ എന്ത് ചെയ്തറിയാമോ? യോശുവയോട് പറഞ്ഞു, നീ ആളുകളെയൊക്കെ കൂട്ടി യുദ്ധം നടത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനെവിടെ പോവാ? ഞാൻ കുന്നിൻ്റെ മുകളിൽ കയറാൻ പോവുകയാണ്. കുന്നിൻ്റെ മുകളിൽ എന്നിട്ട് അവിടെ ചെന്ന് എന്തെടുക്കും? അവിടെ പോയി കിടന്ന് ഉറങ്ങുകയല്ല, യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയല്ല, അവിടെ കരം ഉയർത്തിപ്പിടിക്കും, 2 കരം ഉയർത്തിപ്പിടിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ മോശ അതൊരു മോശം പരിപാടിയല്ലേ? നേതാവ് ആരാ? മോശ. പടക്കളത്തിൽ നിന്ന് യുദ്ധം നയിക്കേണ്ടിയ മോശ കുന്നിൻ്റെ മുകളിലേക്ക് പോവുകയാ. ഞാൻ മോശയോട് ചോദിച്ചു, മോശ അത് ശരിയായ പരിപാടിയാണോ? ശരിയായ പരിപാടിയാണോ? അല്ല. ആമേൻ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ അവിടെ വചനം ഇങ്ങനെ പറയുന്നത്, മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും.
മോശയുടെ കരം താണുപോയാൽ ഇസ്രായേൽ പരാജയപ്പെടും, ശത്രു ജയിക്കും, അമാലേക്യൻ ജയിക്കും. സ്തോത്രം. അപ്പോൾ ഈ കുന്നിൻ്റെ യുദ്ധം നടക്കുന്നത് താഴ്വരയില്ല, കുന്നിൻ്റെ മുകളിൽ ഉയർന്ന സ്ഥലത്ത് കയറി മോശ കരമുയർത്തി നിൽക്കുകയാണ്. ആമേൻ, സ്തോത്രം. അപ്പൊ ചിന്തിച്ചു നോക്കിയാൽ ഈ കരമുയർന്നിരുന്നാലേ ശത്രുവിനെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. അതിനു മുമ്പ് ഈ പിറുപിറുക്കുന്ന ജനം അല്പം വെള്ളം കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളികളെല്ലാം അങ്ങോട്ട് മോശെ കല്ലെറിയുന്ന വക്കിൽ വരെ എത്തി കാര്യങ്ങൾ. അല്പം വെള്ളം കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവം പറഞ്ഞ വഴിയിലൂടെ അല്ലേ ഇവർ വന്നത്? ആണ്. ദൈവം പറഞ്ഞ വഴി വന്നെങ്കിലും എന്നാ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നേ? നമ്മൾ പറയത്തില്ലേ, കർത്താവ് പറഞ്ഞിട്ടാ എന്നിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. ആമേൻ, സ്തോത്രം ചെയ്യുക. ദൈവം പറഞ്ഞ വഴിയിലൂടെ തന്നെ വന്നിട്ട് ഈ ജനത്തിന് എന്താ വെള്ളമില്ലാത്തത്? ആമേൻ. ദൈവം പറഞ്ഞ വഴിയിലൂടെ വന്നവർക്ക് പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ? ഉണ്ട്. പക്ഷെ പ്രശ്നത്തെ പരിഹരിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിറുപിറുത്ത മോശെ കല്ലെറിയാൻ തുടങ്ങിയ ജനം ഇപ്പോൾ പറയുക, കുന്നിന്റെ മുകളിൽ കരമുയർന്നില്ല എങ്കിൽ ശത്രു ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് മോശെ ആ കരം താണുപോകരുതേ എന്ന് നിലവിളിച്ച് പറയുകയാ. ദൈവത്തിൻ്റെ ഓരോ പരിപാടി കാണുമ്പോൾ നമുക്ക് ചിരിയാ വരുന്നത്. കാരണം കല്ലെറിയാൻ തുടങ്ങിയ അവരെ കൊണ്ട് തന്നെ, അവരുടെ നാവ് കൊണ്ട് തന്നെ പറയുക, ആമേൻ, മോശേ നീ കരമുയർത്തി തന്നെ പിടിക്കണേ, ഞങ്ങൾക്ക് രക്ഷകനായിരിക്കണമേ, അവിടുന്ന് ഞങ്ങള് ആമേൻ വിടുതൽ നിന്റെ കരത്തിലാണ് എന്ന് പറഞ്ഞ് മോശയോട് വിളിച്ച് പറയുകയാ. ഇവിടെ നോക്കിക്കേ, താഴ്വരയിൽ ജനം യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി, കുന്നിന്റെ മുകളിൽ കരമുയർത്തി നിൽക്കുന്ന മോശ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. പക്ഷെ അവിടെ ഒരു സംഭവമുണ്ട്. മോശയുടെ കരത്തിന് ക്ഷീണം സംഭവിക്കാം, മനുഷ്യനല്ലേ. അപ്പോൾ അഹരോനും ഹൂരും അപ്പുറത്തും ഇപ്പുറത്തും കയറിയിരുന്ന് കല്ലിട്ടിരുന്നിട്ട് മോശയുടെ കരത്തെ താങ്ങിപ്പിടിച്ചു. സ്തോത്രം ചെയ്യുകയാ. ആമേൻ, ആമേൻ, ആമേൻ. പ്ലാൻ പറഞ്ഞു കൊടുക്കുന്ന അഹരോന്മാരും ഹൂരുമാരും അല്ല വേണ്ടിയത് ദൈവസഭയ്ക്ക്. ആമേൻ. ഞങ്ങളിവിടെ ആമേൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാമെന്ന് പറയുന്ന അഹരോനെ ഹൂരിനെ അല്ല ദൈവത്തിന് വേണ്ടിയത്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. പിന്നെ മോശയുടെ കരത്തെ താങ്ങിപ്പിടിക്കുന്ന, മോശയുടെ വേദന അറിയുന്ന, മോശയുടെ ക്ഷീണം അറിയുന്ന അഹരോന്മാര് ഹൂരുമാരുമാണ് ദൈവസഭയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, അഹരോന്മാരും ഹൂരുമാരും ആകാൻ എല്ലാവർക്കും കഴിയത്തില്ല. കഴിയുമോ? അഹരോന്മാരും ഹൂരുമാരും ആകാൻ എല്ലാവർക്കും കഴിയത്തില്ല. ആമേൻ. പക്ഷേ അഹരോനും ഹൂരുമായാൽ ഉറപ്പാ ആ കരത്തെ താങ്ങി പിടിച്ചിരിക്കും. സ്തോത്രം ചെയ്യുക. ആമേൻ. മോശയുടെ കരത്തെ അവർ താങ്ങി പിടിച്ചു. മോശയുടെ കരത്തിന് ബലം കൊടുത്തു, ഒരു കൈത്താങ് കൊടുത്തു. സ്തോത്രം ചെയ്യുക. ആമേൻ. അഹരോന്മാരും ഹൂരുമാരും ഒക്കെ ഒന്ന് കയ്യെ ഒന്ന് താങ്ങി പിടിച്ചാൽ മോശമാരുടെ കരത്തിന് ക്ഷീണമുണ്ടാകത്തില്ല, അത് താണു പോകത്തില്ല. ഇനി ദൂതിന്റെ ആഴത്തിലേക്ക് ഞാൻ വരട്ടെ. യുദ്ധം നടക്കുകയാ, പടക്കളത്തിൽ യുദ്ധം നടക്കുകയാ. പക്ഷെ മോശയുടെ കരം ഉയർന്നിരിക്കുകയാ. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, അപ്പം യുദ്ധക്കളത്തിലെ ജയം തീരുമാനിക്കുന്നത് ആരാ? പടക്കളത്തിൽ നിൽക്കുന്ന പടയാളിയാണോ? കുന്നിന്റെ മുകളിൽ ഉയർന്നിരിക്കുന്ന കരമാണോ യുദ്ധത്തിന്റെ ജയം തീരുമാനിക്കുന്നത്? സ്തോത്രം ചെയ്യുകയാ. ആമേ. ചിന്തിച്ചു നോക്കി, ആ കരം താണുപോയാൽ പടക്കളത്തിൽ സകലതും പരാജയപ്പെട്ടു പോകും. എന്നാൽ മോശയുടെ കരം ഉയർന്നിരിക്കുന്നിടത്തോളം കാലം ആമേ പടക്കളത്തിൽ പരാജയമില്ല. ആമേ. എവിടെയാ പടക്കളം? ദൈവമക്കൾ കൂടി വരുന്ന ഇതൊരു കളിക്കളമല്ല, ഇതൊരു പടക്കളമാ. ഈ ആമേ കുന്നിന്റെ മുകളിൽ ഒരു ജയമുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അകത്തൊരു ജയമുണ്ട്, നമ്മുടെ തലമുറയിൽ ഒരു ജയമുണ്ട്, പോകുന്ന വഴിയിൽ ഒരു ജയമുണ്ട്. നാം ഏതൊക്കെ കാര്യങ്ങൾ ഇടപെടുന്നു അവിടെയൊക്കെ ഒരു ജയമുണ്ടാകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ കരം ഉയർന്നിരിക്കണം. ഒറിജിനൽ യുദ്ധം നടക്കുന്നത് കുന്നിന്റെ മുകളിലാ.
വാളിൻ്റെ ശക്തിയൊന്നും കണ്ടിട്ടല്ല അമാലേക്യൻ ഓടിപ്പോകുന്നത്. പിന്നെയോ മുകളിൽ നടക്കുന്ന യുദ്ധമാ പടക്കളത്തിലെ യുദ്ധത്തിൻ്റെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത്. സ്തോത്രം ചെയ്യുകയാ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള മിന്നുന്ന വാളല്ല നമുക്ക് ജയം തരുന്നത്, പിന്നെയോ ദൈവശക്തിയാ നമുക്ക് ജയം തരുന്നത്, ആരാധനയുടെ ശക്തിയാ നമുക്ക് ജയം തരുന്നത്, പ്രാർത്ഥനയുടെ കരുത്താ നമുക്ക് ജയം തരുന്നത്, വചനത്തിന്റെ ശക്തിയാ നമുക്ക് ജയം തരുന്നത്. ആ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ട് പറ, ഒരു ജയമുണ്ട്, സ്വർഗത്തിലെ അപ്പൻ തരുന്ന ഒരു ജയമുണ്ട്. അതാണ് യുദ്ധത്തിൽ നമ്മെ ജയാളിയാക്കി മാറ്റുന്നത്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2-ാം അധ്യായത്തിൽ രാജാവ് ചോദിക്കുന്നു, ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് കാര്യം പറയുകയാ. എന്നാ കാര്യം പറഞ്ഞത്? മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, മതിലുകൾ തീ വെച്ച് നശിപ്പിച്ചിട്ട്. ഈ മതിൽ ഇടിഞ്ഞു കിടന്നാലേ ശത്രുവിന് എപ്പോൾ വേണേലും കയറാം കേട്ടോ. ആമേൻ. നമ്മുടെ ആ മതിലുണ്ടല്ലോ, സംരക്ഷണത്തെ കാണിക്കുന്നു. ശത്രു ഏത് സമയത്തും കയറി കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് ശത്രു ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, എവിടെയൊക്കെ മതിൽ ഇടിഞ്ഞു കിടപ്പുണ്ട്, എവിടെയൊക്കെ ഇടിവുകളുണ്ട്. സ്തോത്രം ചെയ്യുക. ആമീൻ. അന്യപ്പെട്ടുപോയ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, ആ സന്ധ്യാപ്രാർത്ഥനയും പ്രഭാതത്തിലെ ആ പ്രാർത്ഥനയും ഒക്കെ ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ ഈ വിശുദ്ധ പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂതായി കൈമാറുകയാ. അതിനെയൊന്ന് പണിയാൻ ഈ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാ. തകർന്നു കിടക്കുന്ന ആത്മീയ മേഖലകൾ, വചന ധ്യാനത്തിന്റെ മേഖലകൾ, അഭിഷേകത്തോടെ മുഴങ്കാലം അടക്കിയ ഇന്നലകളിലെ ആരാധനയിലേക്കുള്ള ഒരു മടങ്ങി വരവ്, ഒരു പണിയപ്പെടൽ ഇന്ന് പകൽക്കാലം ഉണ്ടാകുന്നെങ്കിൽ അന്യപ്പെട്ടുപോയത് നഷ്ടമായി പോയത്, ശത്രു കയറുവാൻ ഇടവരാതെ വണ്ണം ആ മതിലിനെ ഒന്ന് പണിയപ്പെടേണ്ടിയിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. രാജാവിനോട് അപേക്ഷിക്കുക, പറയുക കാര്യങ്ങൾ. 2-ാം അധ്യായത്തിൽ അവൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. 1-ാം അധ്യായത്തിൽ അവൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. 2-ാം അധ്യായത്തിൽ അവൻ രാജാവ് ചോദിച്ചതിന് ഉത്തരം പറയുന്നു. സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ആ 2-ാമത്തെ അധ്യായത്തിൽ നെഹമ്യാവിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും രാജാവ് ചെയ്യുന്നു. സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. നമുക്ക് ക്ലർക്കിൽ നിന്ന് തുടങ്ങാനാണ് ഇഷ്ടം, രാജാവിൽ നിന്ന് തുടങ്ങാൻ ഇഷ്ടമില്ല. സ്തോത്രം ചെയ്യുക ഇല്ലേ? നമ്മൾ ആദ്യം പോയിട്ട് നമ്മൾ ക്ലർക്കിനെയല്ലേ കാണുന്നത്. ആമേൻ. ഇവിടെ നോക്കി ഉയരത്തിലേക്ക് കൊടുത്തപ്പോൾ രാജാവിനെ ദൈവം ഒരുക്കിയത്. സ്തോത്രം ചെയ്യുകയാ. ആമേൻ. കാര്യങ്ങൾ നടക്കണമെങ്കിൽ രാജാവ് ഇടപെടണം. കാര്യങ്ങൾ, തലമുറയുടെ കാര്യങ്ങളിൽ രാജാവ് ഇടപെട്ടാൽ നീ പ്രതീക്ഷിക്കാത്ത വഴികൾ അതിനകത്തുണ്ട്, നീ പ്രതീക്ഷിക്കാത്ത നന്മകൾ അതിനകത്തുണ്ട്, നീ പ്രതീക്ഷിക്കാത്ത വഴികൾ ആ മേഖലയിലുണ്ട്. അവൻ എത്ര പേര് വിശ്വസിക്കുന്നു? രാജാവ് ഇടപെടണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. 2-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാമോ? എട്ടാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ നെഹമ്യാവ് പറയുന്നു, എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. കണ്ടോ, അവിടെ എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ ദയയുള്ള കൈ. പറ, ഇന്ന് പകൽക്കാലം പറ, ദൈവത്തിൻ്റെ ആ ദയയുള്ള കൈ എനിക്ക് അനുകൂലമെങ്കിൽ. നിങ്ങളുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടെങ്കിലും എത്ര കോടി ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ദയ ആ ദയ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ദയയുള്ള കൈ.
വേണമെങ്കിൽ പറയാം മതി, രാജാവ് എനിക്കെല്ലാം തന്നു, ഞാൻ ഇനിയും പോവുകയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നെഹമ്യാവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണേ. ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നു. സ്തോത്രം ചെയ്യുക. നമുക്ക് പറയാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായി തീരാൻ പോവുകയാ. ഇന്നലകളിൽ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നു. ഇന്നും നാളെയും ഒക്കെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരിക്കും. അവിടെ ഞാൻ ഇന്ന് വരെ കാണാത്ത ചില അത്ഭുതങ്ങൾ കാണൂ, ഇന്ന് വരെ കാണാത്ത ചില അടയാളങ്ങൾ കാണൂ എന്ന് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ദൈവത്തിന്റെ ദയയുള്ള കൈ എന്റെ കുടുംബത്തിന്റെ മേലെ വെളിപ്പെടും. ദൈവത്തിന്റെ ദയയുള്ള കൈ എന്റെ തലമുറ മേലെ വെളിപ്പെടുമെന്ന് പറയാ. ഹല്ലേലൂയ. നമ്മൾ എത്ര മിടുക്കരാണെങ്കിലും, എത്ര സമ്പത്തുള്ളവരാണെങ്കിലും, ആമേൻ, എത്ര ഉന്നത ജോലിയുള്ളവരാണെങ്കിലും, ദൈവത്തിന്റെ ദയയുള്ള കൈ നമുക്ക് അനുകൂലമല്ലെങ്കിൽ നമ്മൾ സീറോയായി മാറും. എന്നാൽ മിടുക്കിച്ചിരി കുറഞ്ഞു പോയാലും, പണം ഇച്ചിരി കുറഞ്ഞു പോയാലും, സൗന്ദര്യം ഇത്തിരി കുറഞ്ഞു പോയാലും നമുക്ക് പറയാൻ കഴിയണം, ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ഭാരപ്പെടണം? നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇന്നലകളിൽ കാണാത്ത ദൈവത്തിന്റെ ദയയുള്ള കൈ ഞാൻ കാണാൻ പോവുകയാ. ഇന്നലകളിൽ കാണാത്ത ദൈവത്തിന്റെ ദയയുള്ള കൈ ഞാൻ കാണാൻ പോവുകയാ. എത്ര പേര് വചനത്തോട്, ഈ വചനം വെളിപ്പാടോട് ചേർന്ന് ആമേൻ പറയോ? ദൈവത്തിന്റെ ദയയുള്ള കൈ ഞാൻ കാണാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. 2-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മനസ്സിലൊരു പ്ലാൻ ദൈവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. മനസ്സിലൊരു പ്ലാൻ ദൈവം കൊടുത്തിട്ടുണ്ട് നെഹമ്യാവിന്. ചുമ്മാ ചാടിക്കേറി അങ്ങോട്ട് എഴുന്നേറ്റ് കേട്ടോ. എത്ര സ്റ്റെപ്പിലൂടെയാണ് പോയത്? കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ ദൈവം പറഞ്ഞത് അതുപോലെ രാജാവിനോട് പറഞ്ഞു. അടുത്തത് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചതുപോലെ. കണ്ടോ, മനസ്സിൽ ദൈവം എന്തെങ്കിലും തോന്നിപ്പിച്ചാൽ അതിന് നീ വില കൊടുത്തേ മതിയാവുകയുള്ളൂ. മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചതുപോലെ, തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. കണ്ടോ, ദൈവം കൊടുത്ത പ്ലാൻ ആമേൻ ആരോടും പറയാതെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാ. ഈ എല്ലാം ഒന്നും എല്ലാവരോടും പറയാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാം ഒന്നും എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. യോസഫ് ഒരു സ്വപ്നം കണ്ടു. പറഞ്ഞതോടുകൂടി പ്രശ്നം രൂക്ഷമായതേ ഉള്ളൂ അല്ലേ? സഹോദരന്മാരെല്ലാം എന്ത് ചെയ്തു? അവനെ കൊന്നിട്ടേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞ് അവന് വിരോധമായി തീർന്നു. പക്ഷെ ഞാൻ ചിന്തിക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തം വെളിപ്പെടണമെങ്കിൽ അവിടെ നിന്നിട്ടും കാര്യമില്ല. ഉണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തം മുളയിലെ തകർത്ത് കളയുന്നിടത്ത് നിർത്താൻ ദൈവത്തിന് പ്ലാൻ ഇല്ല. അവൻ പുറത്തിറങ്ങിയാലേ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടത്തുള്ളൂ. ആമേൻ. യോസഫ് പറയുന്ന ഒരു വാക്ക് എന്നെ പലപ്പോഴും ചിന്തിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം അത് നിലമ്പൂർ വെച്ച് ചില നിവാസന്മാരോട് പറഞ്ഞു. അവർ ദോഷത്തിനായിട്ട് ചെയ്തു, ദൈവമോ അത് ഗുണമാക്കി തീർത്ത്. ചിലർ ദോഷത്തിനായിട്ടൊക്കെ ചിലത് പറയും ചെയ്യും ഒക്കെ ചെയ്യും, പക്ഷേ ദൈവം അത് ഗുണമാക്കി തീർക്കും. സ്തോത്രം ചെയ്യുക. വാഗ്ദത്തം ദൈവത്തിങ്കൽ നിന്നുള്ളതാണോ? വാഗ്ദത്തം ദൈവം തന്നതാണോ? ഉറപ്പിച്ചോ, ദൈവം അത് ആമേൻ പലര് ദോഷത്തിന് ചെയ്താലോ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റും. ചില പറയരുതില്ലേ, നിന്റെ വീട് തകർന്നു പോകും, ഗുണം പിടിക്കത്തില്ല, മുടിഞ്ഞു പോകും, രക്ഷപ്പെടത്തില്ല. ചിലരൊക്കെ ശപിക്കത്തില്ലേ അല്ലേ? നിന്റെ തലമുറയെ കൊണ്ട് ഞാൻ കഴിപ്പിക്കത്തില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ പണ്ടൊക്കെ? ഇപ്പോഴൊക്കെ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. സ്തോത്രം ചെയ്യുക. ആമേൻ, ആമേൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശത്രു എഴുതുവിടുന്ന ചില അമ്പുകളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റുമെന്ന്. ആമേൻ. ശത്രുവിന്റെ ചില ശാപങ്ങളെ ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റുമെന്ന്. നീ സ്തോത്രം പറഞ്ഞാൽ മതി, നീ ദൈവത്തെ സ്തുതിച്ചാൽ മതി, നീ വചനം ഏറ്റെടുത്താൽ മതി, നീ വിശുദ്ധിയോടെ ജീവിച്ചാൽ മതി, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. 3-ാം അധ്യായത്തിൽ നെഹമ്യാവ്
ആമേൻ. അവിടെ കാണുവാൻ 2-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ. 2-ാം അധ്യായം, അതിനു ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. കാര്യം സാധിപ്പിക്കുന്ന ദൈവം 2-ാം അധ്യായത്തിൽ ഉറപ്പോടെ ധൈര്യത്തോടെ നെഹമ്യാവിനെ കൊണ്ട് പറയിപ്പിക്കുകയാ. 3-ാം അധ്യായത്തിൽ പണി ആരംഭിക്കുന്നു. 4-ാം അധ്യായത്തിൽ പണി ആരംഭിക്കുന്നു. എനിക്ക് അവിടെ ഒരു കാര്യം പറയാനുണ്ട്. എത്ര ദിവസം കൊണ്ടാ പണി പൂർത്തീകരിച്ചത്? എത്ര ദിവസം കൊണ്ടാണ് പണി പൂർത്തീകരിച്ചത്? അയ്യോ, അറിയത്തില്ലേ? 52 ദിവസം കൊണ്ട് 52 ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ചു. ഈ ചുമ്മാ വന്ന് കറങ്ങി നടക്കാൻ വന്നതല്ല. ഒറ്റ ദിവസം പോലും വേസ്റ്റാക്കാതെ സ്തോത്രം ചെയ്യുക. കണ്ടോ ഒറ്റ ദിവസം പോലും വേസ്റ്റാക്കാതെ. നമ്മൾ എത്രയോ സമയം വേസ്റ്റാക്കുന്നു, എത്രയോ സമയം അല്ലേ? ഉപവാസ പ്രാർത്ഥനയുള്ളപ്പോഴും ആരാധനയുള്ളപ്പോഴും അതിനൊക്കെ സമയം കളയാതെ ഒരു അരമണിക്കൂർ പോലും പ്രാർത്ഥിക്കാതെ ഉപവസിക്കാതെ നമ്മൾ എത്രയോ സമയം വേസ്റ്റാക്കുന്നു. എത്രയോ സമയം നോക്കിയേ, ഒറ്റ ദിവസം പാഴാക്കാതെ. ആമേൻ. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് എന്ത് വെപ്രാളം പിടിച്ചാൽ വരുന്നത്. സ്തോത്രം ചെയ്യുകയാണ്. ചിലരൊക്കെ ചിന്തിക്കറിയോ, ഞങ്ങളുടെ അവിടെ ആരാധനയ്ക്ക് വരുന്നൊരു അമ്മയുണ്ട്. 9:30 ആരാധന തുടങ്ങിയ 10 മണിക്കേ വരത്തുള്ളൂ. എത്ര ഇതാണെങ്കിലും 10 മണിക്കേ വരത്തുള്ളൂ. സ്തോത്രം ചെയ്യുക. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഈ രാവിലെ 8:30 ആയപ്പോഴാണോ ഇന്ന് ഞായറാഴ്ച ആണെന്ന് അറിഞ്ഞത്. ഈ അമ്മാമ്മ തന്നെ രാവിലെ 7 മണിക്ക് തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന ഞാൻ കാണുന്നത് എല്ലാ ദിവസവും. അതുവഴി ഒരു ബസ്സുണ്ട്, ആനപ്പാറയെന്ന് വരും, 8:05 വരും. അത് 8 മണിക്ക് ഇറങ്ങി നിൽക്കാൻ അറിയാം. സ്തോത്രം ചെയ്യുക. പക്ഷെ ആരാധന ദിവസം 10 മണി കഴിയാതെ ഇറങ്ങത്തില്ല. സ്തോത്രം ചെയ്യുക. കാരണം ഒട്ടും സമയം വേസ്റ്റാക്കാതെ, ഒറ്റ ദിവസം വേസ്റ്റാക്കാതെ 52 ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ചു. സ്തോത്രം ചെയ്യുകയാ. ചിന്തിച്ചു നോക്കിയ, വേസ്റ്റാക്കരുത് കേട്ടോ, വേസ്റ്റാക്കരുത്, സമയം വേസ്റ്റാക്കരുത്. നമുക്ക് സമയം പോക്കിന് ഒത്തിരി മൊബൈലൊക്കെ ഉണ്ട്. പക്ഷേ ദൈവം തരുന്ന സമയം വേസ്റ്റാക്കരുത്. സമയം കൃത്യമായി ഉപയോഗിച്ചു. ആമേൻ. വചനം വായിക്കാൻ കണ്ണിന് കാഴ്ച വരുമ്പോൾ വായിച്ചോണം. സമയം വേസ്റ്റാക്കരുത്. കൈയടിക്കാൻ ആരോഗ്യമുള്ളപ്പോൾ കൈയടിച്ചോണം. സമയം വേസ്റ്റാക്കരുത്. അധരങ്ങളെ തുറന്ന് സ്തോത്രം പറയാൻ നാവുകൾക്ക് ചലനശേഷിയുള്ളപ്പോൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചോണം. സമയം വേസ്റ്റാക്കരുത്. ഹല്ലേലൂയ. വേസ്റ്റാക്കരുത്, സമയം വേസ്റ്റാക്കരുത്. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം എടുത്തുപയോഗിക്കണം. വേസ്റ്റാക്കരുത്. ഹല്ലേലൂയ. ആമേൻ. നെഹമ്യാ ഒട്ടും സമയം വേസ്റ്റാക്കിയില്ല. ഈ ഒറ്റയടിക്കങ്ങ് പണിയല്ലേ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷേ അവിടെ നെഹമ്യാവ് ചെയ്ത ഒരു കാര്യം ഇവിടെ ഉണ്ട്. ആമീൻ. അവിടെ എല്ലാം കാവൽക്കാരെ ഏർപ്പാടാക്കി. എങ്ങനെയാണെന്നറിയാമോ? ഒരു കയ്യിൽ വാളുമായിട്ട് ആൾക്കാരെ നിർത്തി. സ്തോത്രം ചെയ്യുകയാ. ശത്രു നോക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പണി നടക്കുമ്പോൾ ശത്രു നോക്കാൻ സാധ്യതയുണ്ട്. ഉദ്ധാരണം നടക്കുമ്പോൾ നിന്റെ കുടുംബത്തെ ശത്രു നോക്കാൻ സാധ്യതയുണ്ട്. നീ സ്തോത്രം പറയുമ്പോൾ, നീ ആരാധിച്ചു തുടങ്ങുമ്പോൾ, നീ വചനം ധ്യാനിച്ചു തുടങ്ങുമ്പോൾ ശത്രു നോക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കണ്ണെപ്പോഴും വേണം കേട്ടോ. ഉയർത്തിപ്പിടിക്കണം. വചനത്തിന്റെ വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ പണി തുടരുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നഷ്ടമാക്കി കളയരുത്. ദൈവം തരുന്ന ആയുസ്, ആരോഗ്യം, ബലം, നന്മകൾ ഒന്നും നഷ്ടമാക്കി കളയരുത്. ദൈവം എന്താഗ്രഹിക്കുന്നു ആ നിലയിലേക്ക് നമ്മൾ എത്തപ്പെടണം. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ എത്തപ്പെടണം. വിശ്വാസിയുടെ ജീവവായുവാണ് പ്രാർത്ഥന. ആണോ? നമ്മൾ പ്രാർത്ഥിക്കാതെ എത്രയോ പേര് ജീവിക്കുന്നുണ്ട്. പക്ഷെ കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ശ്വസനം പോലെ തന്നെ പ്രാർത്ഥന നമ്മുടെ ജീവവായുവാണെന്ന് കാണുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടുന്നത്. നമ്മൾ പറയും പ്രാർത്ഥിക്കണേ എന്നൊക്കെ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ പാസ്റ്റർമാരോട് പറയും, പാസ്റ്റേ മോളുടെ വിഷയം ഒന്ന് പ്രാർത്ഥിച്ചോണേ എന്ന് പറയും. പക്ഷെ നമ്മൾ ഈസിയായിട്ട് നടക്കുകയാ.
അല്ലേ? പോരാ പോരാ പോരാ. നമ്മൾ മറ്റുള്ളവരോട് പറയുകയല്ല, നമ്മൾ തന്നെ ഒരു പ്രാർത്ഥനയായി മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വയം പ്രാർത്ഥനാ വീരന്മാരായി മാറണം. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം നിലനിൽക്കണം. സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, ആ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ വേഗത്തിൽ നിർത്താൻ പോവുകയാണ്. അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആമേൻ 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. കണ്ടോ, 52 ദിവസം പണി പൂർത്തീകരിച്ചു. എന്നാൽ ഒരു കാര്യം ഓർക്കണമേ, പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ എഴുന്നേൽക്കും. പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ എഴുന്നേറ്റ് വരും. അതെവിടെയാ കാണുന്നത്? സ്തോത്രം ചെയ്യുക. ആമേൻ. അറ്റകുറ്റം. ആമേൻ. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട്. യഹൂദന്മാർ ഇത് എന്ത് ചെയ്യാൻ പോകുന്നു? അല്ലേ? ഇത് ഒറ്റ ദിവസം കൊണ്ട് പണിത് തീരുമോ? ഈ ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് ജീവനുള്ള കല്ലുകൾ പുറത്തു വരുമോ? ഒരു ചെറിയ കുറുക്കൻ കയറിയാൽ ഇതൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പണിയെ നിരുത്സാഹപ്പെടുത്തുന്ന, പണിയെ തടുത്തു കളയാൻ നോക്കുന്ന, പണി ഉയരാതിരിക്കാൻ നോക്കുന്ന സൻബല്ലത്തും തോബിയാവുമാരും ഒക്കെയുണ്ട്. പക്ഷെ നെഹമ്യാവ് അവരോട് പറയും, ആമേൻ, ഇത് ദൈവം തുടങ്ങിയ പണിയാണെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇതിനെ സൻബല്ലത്തിനും തോബിയാവിനും തൊടാൻ കഴിയത്തില്ല. എത്ര പേര് പറയും, ദൈവമാണ് വിളിച്ചത്, ദൈവമാണ് നടത്തുന്നത്, ദൈവമാണ് എന്നെ പുലർത്തുന്നത്. അങ്ങനെങ്കിൽ സൻബല്ലത്തിന്റെ വാക്കുകളല്ല, ദൈവം എന്ത് പറയുന്നു അത് നടക്കത്തുള്ളെന്ന് പറയാ. പ്രൈസ് ദി ലോർഡ്. നമുക്കതിനായി ഒരുക്കപ്പെടാം. പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, ഉപവാസം കുറഞ്ഞു പോകരുത്, ആരാധന കുറഞ്ഞു പോകരുത്. ആമേൻ. നമുക്കറിയാം, തിരുവചനം പഠിക്കുമ്പോൾ ആമേൻ 5 വിധ വീടുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേൽ ഗ്രഹം ഒരു വീടാ. 12 ഗ്രഹങ്ങൾ. റാഹേലും ലേയും ഒക്കെ കൂടി യാക്കോബിന്റെ ഗ്രഹത്തിൽ നിന്നുമുണ്ടായ 12 ഗോത്രങ്ങളിൽ കൂടി ഒരു വീട് ദൈവം വിഭാവനം ചെയ്യുകയാ. എന്നാൽ അടുത്ത വീട് എന്ന് പറയുന്നത് ദൈവസഭയാണ്. രണ്ടാമത്തെ വീട് ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്ന ദൈവസഭയാണ്. ദൈവസഭ. സ്തോത്രം ചെയ്യുക. ആമേൻ. അത് ദൈവത്തിന്റെ സഭയാണ്. വീട് പണി പോലെ തന്നെ, വീട് പണിയുമ്പോൾ അടിസ്ഥാനമുള്ളതുപോലെ തന്നെ ദൈവസഭയ്ക്കും അടിസ്ഥാനമുണ്ട്, അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. ആമേൻ. അതൊക്കെ നമ്മൾ മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. 3-ാമത്തെ വീട് എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരമാ 3-ാമത്തെ വീട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും, ഇഷ്ടമുള്ളതുപോലെ നടക്കാനും, ഇഷ്ടമുള്ളതുപോലെ സഞ്ചരിക്കാനും നമുക്ക് കഴിയത്തില്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. 4-ാമത്തെ വീട് ഏതാന്ന് ചോദിച്ചാല്, നമ്മൾ നല്ല ടൈലൊക്കെ ഇട്ട്, നല്ല പെയിൻ്റൊക്കെ അടിച്ച്, നല്ല രീതിയിൽ പണിയുന്ന നമ്മൾ താമസിക്കുന്ന വീട്. നല്ല വീട് അല്ലേ? എപ്പോഴും മനുഷ്യൻ്റെ ആഗ്രഹമാണ് സ്വന്തമായൊരു വീട് വേണമെന്നുള്ളത്. അത് നമ്മൾ എത്രയും ഭംഗിയിൽ ചെയ്യാമോ അത്രയും ഭംഗി ചെയ്യും. ലോൺ എടുത്താണേലും, നല്ല കല്ലാശാരിയെ കൊണ്ടുവന്നാണേലും, നല്ല മേശിരിയെ കൊണ്ടുവന്നാണേലും, നല്ല കോൺട്രാക്ടറെ കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ, കാരണം നമ്മുടെ ആ മനസ്സിലെ ഇഷ്ടം അതിനകത്തിൽ നമ്മൾ ചെയ്തെടുക്കാറുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ. ആമേൻ. ഒന്ന് ചിന്തിച്ച്, നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട് കാശുണ്ടെങ്കിൽ നല്ല മേശിരിയെ വിളിച്ച് എത്ര ചെറുതോ എത്ര വലുതോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് പണിയാം. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം മാറിപ്പോകുന്നതാണ് ഇല്ലേ? നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം മാറിക്കഴിഞ്ഞു. ദൈവസഭ കർത്താവിൻ്റെ ഗംഭീരനാഥം കേൾക്കുമ്പോൾ അത് എടുക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ശരീരം എത്ര 100-150 വയസ്സ് വരെ ഉണ്ടോ? ഇവിടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് ഒരു പ്രശ്നമില്ലെന്ന് തോന്നുന്നല്ലോ. 70-80
എത്രയെങ്കിലും ആയിട്ട് ദൈവം തരുന്ന ആയുസ് വരെ. കാലപ്പഴക്കത്തിൽ ആമേൻ നമ്മുടെ വീടും നമ്മൾ പണിതിരിക്കുന്ന കാശ് മുടക്കി നല്ലപോലെ പണിതിരിക്കുന്ന വീടും നഷ്ടമായി പോകാം, ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നഷ്ടമായി പോകുന്ന കാര്യങ്ങളാണ്. എന്നാൽ നാം പണിയാത്ത ഒരു വീടുണ്ട്, നാം പണിയാത്ത ഒരു വീടുണ്ട്. സ്വതം ചെയ്യുക. നാം പണിയാത്ത ഒരു വീടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ പാർക്കുന്നതും ഇവിടെ വീട് പണിയുന്നതും ഇവിടെ ആലയം പണിയുന്നതും ഒക്കെ എന്തിനാ? നാം പണിയാത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാ. അതോ ഇവിടെ തന്നെ ഇരിക്കാനുള്ള പ്ലാനിങ്ങാണോ? സ്വതം ചെയ്യുക. ആമേൻ എന്ന് പറഞ്ഞാൽ ചിതലരിക്കാത്ത, നശിച്ചു പോകാത്ത, പിന്നെന്താ ഈ മറ്റൊന്നും സംഭവിക്കാത്ത, മാറ്റപ്പെടാത്ത മണ്ണിലേക്ക് ആമേൻ ഒരു ജീർണിക്കാത്ത വീട്, 5ാമത്തെ വീട് ആമേൻ സ്വർഗീയ വീടാണ് കേട്ടോ. ആ സ്വർഗീയ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണല്ലോ നാം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്തിലെല്ലാം നേടിയിട്ട് ആ വീട് നമുക്ക് നഷ്ടമായി പോകരുത് കേട്ടോ. ആ വീട് നമുക്ക് നഷ്ടമായി പോകരുത്. ആമേൻ. പൗലോസ് ആമേൻ ഇങ്ങനെ പറയുന്നു. ആമേൻ എന്താ? കപ്പലിനെയൊക്കെ എറിഞ്ഞു കളഞ്ഞു, തനിക്കുള്ളതിനെയൊക്കെ എറിഞ്ഞു കളഞ്ഞിട്ട് ആമേൻ പൗലോസ് ചിന്തിച്ചെന്നറിയാമോ? ഇതൊന്നും എന്നെ അവിടെ എത്തിക്കത്തില്ല. ഇത് കപ്പല് കളഞ്ഞിട്ട് കർത്താവിന്റെ പുറകെ പോവുകയായിരുന്നു. ഇന്ന് നമ്മൾ കർത്താവിനെ കളഞ്ഞിട്ട് കപ്പലിൻ്റെ പുറകിന് പോകുമ്പോൾ പൗലോസ് കപ്പലിനെ കളഞ്ഞിട്ട് കർത്താവിൻ്റെ പുറകിന് പോവുകയായിരുന്നു. സ്തോത്രം ചെയ്യുക. വാർദ്ധക്യവും ചുളിവും വീഴ്ത്തിയ ശരീരത്തിൽ ആമേൻ കോരിച്ചുരൻ അല്ലെങ്കിൽ തണുപ്പടിക്കുന്ന ശൈത്യമടിക്കുന്ന ശീതകാലത്ത് ചർമ്മം പുതയ്ക്കാനുള്ള പുതപ്പും വായിക്കാനുള്ള പുസ്തകവും പൗലോസ് മറന്നുപോയി. പക്ഷേ ചുളുക്കം വീഴാത്ത ഹൃദയത്തിൽ അവകാശമായി സൂക്ഷിച്ച സ്വർഗീയ ഭവനം പൗലോസിന്റെ അകത്തളകളിലുണ്ടായിരുന്നു. ചർമ്മലിഖിതങ്ങളും പുസ്തകങ്ങളും ഒക്കെ മറന്നുപോയി, പക്ഷേ അകത്തൊരു സ്വർഗീയ ഭവനം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് മറന്നുപോയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാലും. കണ്ടോ, എത്ര അർത്ഥവത്തായ വാക്കുകളാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്ത ഭക്തന്മാർ ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രാപിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ആമേൻ. എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ എസ്തേറിനും അല്ലെങ്കിൽ മൊർദെഖായിക്കും അവരുടെ വംശത്തിനും വിരോധമായിട്ട് പ്രതികൂല രേഖ എഴുതി. ആമേൻ, ആമേൻ. ആരാ? ഹാമാനും കൂട്ടരും വലിയ കെണിയൊരുക്കിയപ്പോൾ, വലിയ പദ്ധതി അവർ പ്ലാൻ ചെയ്തപ്പോൾ, നോക്കിക്കേ, എസ്തേറിനോട് മൊർദെഖായി പറയുന്നത് എന്താ? നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, ഉണ്ടോ? നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദ ജനത്തിന് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണം ലഭിക്കും. പക്ഷെ മിണ്ടാതിരിക്കുന്ന നീ തകർന്നു പോകുവാനിടയായി തീരും. ഇതൊന്നും കണ്ടില്ല, കേട്ടില്ല, എനിക്കൊന്നും ഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ മൗനമായിട്ടിരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മൾ തകർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എസ്തേറും കൂട്ടരും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ നോക്കിയേ, വിരോധരേഖ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ആമീൻ. കഴുകുമരം മറ്റൊരു ഭാഗത്തൊരുങ്ങുന്നു. അതിൻ്റെ നടുവിൽ ഉപവാസവും പ്രാർത്ഥനയും ഉയർന്നു. ശ്രദ്ധിക്കണേ, കഴുകുമരം ഒരു ഭാഗത്ത്, വിരോധരേഖ ഒരു ഭാഗത്ത്, നടുവിൽ ഉപവാസ പ്രാർത്ഥന. സ്തോത്രം ചെയ്യുകയാ. എന്താണ് സംഭവിച്ചത്? ഉപവാസം കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, ദൈവത്തിൽ കരഞ്ഞു കഴിഞ്ഞപ്പോൾ, ആമേൻ, 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 ഈ ദൈവം എന്താ മിണ്ടാത്ത എന്ന് ചോദ്യചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം ഈ കഴുകുമരം ഒരുക്കുമ്പോഴൊക്കെയും ദൈവമേ നീ എന്താ ഒന്ന് സംസാരിക്കാത്ത, നീ എന്താ ഒന്ന് ഇടപെടാത്ത, ഈ വിഷയത്തെ നീ എന്താ ഒന്ന് തൊടാത്ത, അവൻ ഇങ്ങനെ എന്താ ഇത്ര അധികമായിട്ട് അഹങ്കാരം കാണിക്കുന്നത് എന്നൊക്കെ ചോദ്യമുയർന്നിരുന്നു. ദൈവമക്കളെ, നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല ദൈവം സംസാരിക്കുന്നത്. ദൈവം സമയം വെച്ചിട്ടുണ്ടെന്ന്. സ്തോത്രം ചെയ്യുകയാ. സമയം വെച്ചിട്ടുണ്ടെന്ന്. ചിലരോട് ഇടപെടാൻ ദൈവം സമയം വെച്ചിട്ടുണ്ടെന്ന്. ചിലതിനെ തിരുത്തി എഴുതാൻ ദൈവം സമയം വെച്ചിട്ടുണ്ടെന്ന്. ദൈവം ആരെന്ന് വെളിപ്പെടാൻ ദൈവം സമയം വെച്ചിട്ടുണ്ടെന്ന്.
ഹല്ലേലൂയ. കാണുന്നവരും കേൾക്കുന്നവരെല്ലാം ചോദിക്കുക, നിന്റെ ദൈവം എവിടെ പോയി, നിന്റെ പ്രാർത്ഥന എവിടെ പോയി, ദാവൻ കഴുകുമരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ദിക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു സംഭവമുണ്ട്. ഈ ഹാമാൻ ഇങ്ങനെ മൊർദെഖായിയുടെ മുമ്പിലൂടെ നെഞ്ചു വിരിച്ച് നടന്നു പോകും. ഇതൊക്കെ കാണുമ്പോൾ ഹാമാൻ അങ്ങ് വീണ്ടും കുനിയും, വീണ്ടും അങ്ങ് കുനിയും, സ്തോത്രം ചെയ്യുക. കാരണം അവൻ വലിയ പ്രബലനായിട്ട് പോവുക. ഈ ദുഷ്ടൻ എപ്പോഴും നെഞ്ചു വിരിച്ചൊക്കെ നടക്കും. അത് കണ്ട് നീ ഭാരപ്പെടണ്ട കേട്ടോ. പ്രാർത്ഥിക്കുന്നവന്റെ തല അല്പം കുനിയേണ്ടി വരും. ചില ബ്രാക്കറ്റ് പീരീഡ് പ്രാർത്ഥിക്കുന്നവന്റെ തല ആരും കാണാതെ അല്പം കുനിയേണ്ടി വരും, നിലമ്പാട് വീഴേണ്ടി വരും. പക്ഷെ ദൈവത്തിന്റെ സമയമായപ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഞാൻ നിർത്തുകയാ, ദൈവത്തിന്റെ സമയമായി ചായപ്പോൾ പ്രാർത്ഥിച്ചവന്റെ തല പെയ്യ ഉയരാൻ തുടങ്ങി. പ്രാർത്ഥിച്ചവന്റെ തല പതുക്കെ ഉയരാൻ തുടങ്ങി. കണ്ടോ, പ്രാർത്ഥിച്ചവന്റെ തല ഉയരുന്നൊരു സമയമുണ്ട്. ദൈവത്തിന് ഒറ്റ നിമിഷം മതി, ഒറ്റ രാത്രി മതി സകലതും തകിടം മറിക്കുവാൻ. സാമാന്യ പദ്ധതികളെ തകിടം മറിക്കാൻ ദൈവത്തിന് ഒറ്റ രാത്രി മതി. ചില കുതന്ത്രങ്ങളെ തകിടം മറിക്കുവാൻ ദൈവസഭയ്ക്ക് വിരോധമായി, ശുശ്രൂഷകൾക്ക് വിരോധമായി, ഉയർച്ചയ്ക്ക് വിരോധമായി ഉയർന്നു വരുന്ന ചില കുതന്ത്രങ്ങളെ തകിടം മറിക്കാൻ ദൈവത്തിന് ഒറ്റ നിമിഷം മതി. ഒറ്റ രാത്രി കൊണ്ട് സകലതും മറിഞ്ഞു, സകലതും കലങ്ങിത്തിരിഞ്ഞു. സ്തോത്രം ചെയ്യുക. പ്രാർത്ഥിച്ചവൻ്റെ തല പതുക്കെ ഉയരാൻ തുടങ്ങി. ഇത് പതുക്കെ ഉയരത്തുള്ളൂ കേട്ടോ. പ്രാർത്ഥിക്കുന്നവരുടെ തല പതുക്കെ ഉയരത്തുള്ളൂ. പക്ഷെ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ താഴാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം ചെയ്യുക. ആമേൻ. സൂത്രപ്പണി ചെയ്ത വിരോധരേഖ എഴുതിയവന്റെ തല ഉയർന്നു നിൽക്കുകയായിരുന്നു. അത് പതുക്കെ താഴാൻ തുടങ്ങി. പ്രാർത്ഥിച്ചവന്റെ തല ഉയർന്നപ്പോൾ കുടുക്ക് ചെയ്തവന്റെ തല താഴാൻ തുടങ്ങി. ഒന്ന് ശ്രദ്ധിച്ചേ. പ്രാർത്ഥിച്ചവന്റെ തലയിൽ കിരീടം വെപ്പിച്ചപ്പോൾ പാരപണിതവന്റെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് മുഖം മറച്ചുകൊണ്ടവൻ വീട്ടിലേക്ക് പോവുകയാ. പ്രാർത്ഥിച്ചവന്റെ തലയിൽ ഒരു കിരീടം ദൈവം തരും. പ്രാർത്ഥിച്ചവൻ ഒരു മാന്യത ദൈവം തരും. പ്രാർത്ഥിച്ചവൻ തല ഉയർത്തി നടക്കത്തക്ക നിലയിൽ ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കും. നിന്റെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, നിന്റെ ആരാധന കുറഞ്ഞു പോകരുത്. നീ അഭിഷേകത്തോടെ തന്നെ നിൽക്കണം. ദേശത്ത് നിന്റെ തല ഉയരേണ്ടതിന്, ദേശത്ത് നിന്റെ കുടുംബത്തിന്റെ തല ഉയരേണ്ടതിന്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചവന്റെ തല ഉയരും കേട്ടോ. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ദൈവദാസനോട്, കുടുംബത്തോട്, ദൈവസഭയോടൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.